സ്വകാര്യ ബസ്സുകളുടെ ദീർഘദൂര പെർമിറ്റ് പുതുക്കി നൽകിയില്ലെങ്കിൽ സർവീസ് മുടക്കി സമരത്തിലേക്ക് നീങ്ങും എന്ന് ബസ് ഉടമകളുടെ സംഘടന. 140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് പുതുക്കി നൽകാത്തത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി. സമീർ, എന്താണ് ഇവർ പറയുന്നത്? സ്വകാര്യ ബസ്സുകളുടെ ദീർഘദൂര പെർമിറ്റ് പുതുക്കി നൽകിയില്ലെങ്കിൽ സർവീസ് മുടക്കി സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് ബസ് ഉടമകളുടെ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള സ്വകാര്യ ബസ്സുകൾക്ക് ദൂരമുള്ള സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കാണ് ഈ പെർമിറ്റ് പുതുക്കി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ എടുത്തത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഈ ബസ് ഉടമകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി, ഞങ്ങൾ വർഷങ്ങളായി പക്കാ പെർമിറ്റിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബസ് പെർമിറ്റുകൾ സംസ്ഥാന സർക്കാർ പുതുക്കി നൽകുന്നില്ല. അതിനവർ പറയുന്ന കാരണം 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ KSRTCക്ക് മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ, സ്വകാര്യ ബസ്സുകൾക്ക് ഓടിക്കാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് നിലപാട്. അങ്ങനെ 2013 മുതൽ ഞങ്ങളുടെ 140 കിലോമീറ്ററിന് മുകളിലുള്ള ബസ് പെർമിറ്റുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതി അത് സ്റ്റേ ചെയ്തു. അതിനുശേഷം അവർ ഞങ്ങളുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് കാറ്റഗറിയിലുള്ള ബസ്സുകളുടെ പെർമിറ്റുകൾ പിടിച്ചെടുത്ത് അത് KSRTCക്ക് നൽകാൻ ശ്രമിച്ചു. അതും കഴിഞ്ഞ നവംബർ 6-ാം തീയതി കോടതി സ്റ്റേ ചെയ്തു. ഇപ്പോൾ അവർ ഞങ്ങൾക്ക് ഈ 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റ് പുതുക്കി തരുന്നില്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകളും പുതുക്കി തരുന്നില്ല. അനുകൂലമായ വിധി കോടതിയിൽ നിന്നുണ്ടായില്ലേ? അതിനുശേഷവും പെർമിറ്റ് നൽകുന്നില്ല. RTO ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണ്ട എന്ന് ഗവൺമെൻറ്റിൻ്റെ വാക്കാലുള്ള ഉത്തരവ് നൽകിയത് കൊണ്ടാണ് RTOമാർ ഞങ്ങൾക്ക് തരാത്തത്. ഞങ്ങൾക്ക് ഇനി അതിന് സുപ്രീം കോടതിയിലൊന്നും പോകാനുള്ളൊരു സാമ്പത്തിക കഴിവുള്ളവരല്ല ബസ് ഉടമകൾ. ഇപ്പം തന്നെ ഞങ്ങളുടെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയും 161 ബസ് ഉടമകളും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ കോടതി വിധി ഉണ്ടായിട്ട് പോലും പെർമിറ്റ് നൽകുന്നില്ലെങ്കിൽ ഇനി നിങ്ങളുടെ തീരുമാനം എന്താണ്? സമരത്തിലേക്ക് കടക്കാൻ ഒരു ആലോചന ഉണ്ടോ? ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചൊരു നിവേദനം ഈ ആഴ്ച കൊടുക്കും. എന്നിട്ടും ഞങ്ങളുടെ പെർമിറ്റുകൾ തിരിച്ചു നൽകില്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.